നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാതെ നിരാശരായ എത്ര സന്ദർഭങ്ങളുണ്ട്? ചോദിച്ചതൊന്നും അല്ലാഹു തന്നില്ലല്ലോ എന്ന് ദുഃഖിച്ചിട്ടുണ്ടോ? എങ്കിൽ കേട്ടോളൂ, നമ്മുടെ ഒരു പ്രാർത്ഥന പോലും പാഴായി പോകുന്നില്ലത്രേ. ഇതൊരു പ്രധാനപ്പെട്ട ഹദീസാണ്, മുസ്നദ് അഹ്മദിലുള്ളത്. നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രാർത്ഥനയും അല്ലാഹു 3 രീതികളിൽ ഏതെങ്കിലും ഒന്നിലൂടെ തീർച്ചയായും സ്വീകരിക്കുന്നതാണ്. 1. ഉടൻ ഉത്തരം. നമ്മൾ കൈകൾ ഉയർത്തി ചോദിക്കുമ്പോൾ അല്ലാഹു കുൻ ഫയക്കൂൻ എന്ന് പറയുന്നു. അത് നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉടനടിയുള്ള ഉത്തരമാണ്. 2. വിപത്തിൽ നിന്നുള്ള രക്ഷ. എന്നാൽ ചിലപ്പോൾ നമ്മളോടുള്ള സ്നേഹം കാരണം അല്ലാഹു ചോദിച്ചത് തരില്ല. കാരണം അത് നമുക്ക് നല്ലതല്ലെന്ന് അവൻ അറിയാം. പകരം അതിലും ഉത്തമമായ ഒന്ന് നൽകും. അല്ലെങ്കിൽ വരാനിരുന്ന ഒരു വിപത്തിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കും. നമ്മൾ ചെയ്ത ഏതൊക്കെയോ ഒരു ദുആ കാരണം നമുക്ക് വരാനിരുന്ന ദുരന്തങ്ങളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നുമെല്ലാം നമ്മൾ രക്ഷിക്കപ്പെട്ടതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. 3. പരലോകത്തേക്കുള്ള പ്രതിഫലം. അന്ത്യദിനത്തിൽ ഒരു നന്മ പോലും കിട്ടിയെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ പർവ്വതങ്ങളോളം വലിയ പ്രതിഫലം കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ വിസ്മയത്തോടെ ചോദിക്കും, അല്ലാഹുവേ, ഇത് ആരുടേതാണ്? അപ്പോൾ അല്ലാഹു പറയും, ഇത് നിന്റേതാണ്. ദുനിയാവിൽ നീ ചോദിച്ചിട്ടും ഉത്തരം നൽകാതെ ഞാൻ സ്നേഹത്തോടെ മാറ്റിവെച്ച ഓരോ പ്രാർത്ഥനയുടെയും കൂലിയാണിത്. ആ നിമിഷത്തിൽ നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോകും, ഈ ദുനിയാവിൽ എന്റെ ഒരു പ്രാർത്ഥനയ്ക്കും ഉത്തരം കിട്ടാതിരുന്നാൽ മതിയായിരുന്നു, എല്ലാം ഇതിനുവേണ്ടി ബാക്കി വെച്ചാൽ മതിയായിരുന്നു. അല്ലാഹുവിന് നമ്മളോടുള്ള സ്നേഹം എത്ര വലുതാണെന്ന് ആലോചിച്ചു നോക്കൂ. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക്